ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സായില്ല. ഇത് പാസ്സാകുന്നതിനാവശ്യമായ ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ല. പ്രതിപക്ഷവുമായി മുൻകൂട്ടി ചർച്ചകൾ നടത്തുകയോ ധാരണയിൽ എത്തുകയോ ചെയ്തില്ല. നിലവിലുള്ള സീറ്റുകളിൽ നിന്നും സ്ത്രീകൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നില്ല. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് കേവലം 10% MP-മാർ മാത്രമാണ്. ഓരോ MP-ക്ക് വേണ്ടിയും പ്രതിപക്ഷം 4.29 കോടി രൂപയാണ് ചെലവാകുന്നത്. പുതിയ ബില്ല് പാസ്സായിരുന്നുവെങ്കിൽ ഓരോ വർഷവും 5000 കോടി രൂപയുടെ അധിക ചിലവുണ്ടാവുമായിരുന്നു. നിയമസഭാ സാമാജികരുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന് ഗുണപരമായ വലിയ മാറ്റമുണ്ടാകുന്നില്ല. ദാരിദ്ര്യം, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങൾ ഇതിലും ഗൗരവമുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് പൊതുഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നന്ദി പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയും ചെയ്തു. എന്നാൽ ഇറാനുമായി നടത്തുന്ന ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിനുള്ള പ്രതിരോധം തുടരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചതോടെ സ്ഥിതിഗതികൾ ആകെ മാറി. സൈനിക പരിശോധന കൂടാതെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തി. ചർച്ചകൾക്കായി തൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തിയെന്നും അധികം താമസിയാതെ കരാർ ഉണ്ടാകുമെന്നും പറഞ്ഞ ട്രംപ് ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാനിലെ എല്ലാ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന നിലപാടിലേക്ക് മാറി. വെടിനിർത്തൽ വാഗ്ദാനം ചെയ്ത് അമേരിക്ക ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്ന് പരിഗണിക്കാതെ തൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ട്രംപിൻ്റെ നീക്കം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറാണ് പീറ്റർ മാൻഡേഴ്സിനെ അമേരിക്കയിലെ അംബാസഡറായി നിയമിച്ചത്. ദീർഘകാലം ലേബർ പാർട്ടിയുടെ MP ആയി പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നയതന്ത്ര പ്രവർത്തകനാണ് ഇദ്ദേഹം. 2025 ഔദ്യോഗിക പദവി ഏറ്റെടുത്തു എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാൻഡേഴ്സിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അമേരിക്കൻ കോടതി ശിക്ഷിച്ച ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു രാജി. കളങ്കിതനായ ഒരു വ്യക്തിയെ അംബാസഡറായി നിയമിച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇയാൾ കളങ്കിതനായിരുന്നു എന്നറിയില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. അംബാസഡറായി നിയമിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഇയാൾ കളങ്കിതനായിരുന്നു എന്ന് കണ്ടെത്തിയ വിവരം ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രിയിൽ നിന്നും മറച്ചുവെച്ചു. പ്രധാനമന്ത്രിയെ വെട്ടിലാക്കിയ ഈ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയെങ്കിലും വിവാദം തുടരുകയാണ്. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കാലാവധി ഈ ബുധനാഴ്ച അവസാനിച്ചു. ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ചർച്ച നടത്താൻ അമേരിക്ക തയ്യാറായിരുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്
ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്താൻ തീരുമാനിച്ചിരുന്നതാണ്. അവസാന ദിവസമാണ് ഇതിൽ മാറ്റമുണ്ടായത്. ഇറാന്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് JD വാൻസ് പാകിസ്ഥാൻ യാത്ര ഉപേക്ഷിച്ചത്. വെടിനിർത്തലിനു സമ്മതിച്ചു എങ്കിലും ഹോർമോസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് തുടരാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഇറാനുമായി ഒരു കരാറിൽ എത്തുന്നതുവരെ വെടിനിർത്തൽ തുടരുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഇറാൻ വെടിനിർത്തൽ ലംഘിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഇരു കക്ഷികളോടും ആവശ്യപ്പെടാൻ പാകിസ്ഥാന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയെയും ബെയ്ജിങ്ങിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന വിമാന സർവീസ് വീണ്ടും തുടങ്ങി. ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് നടത്തുന്നത്. കൽക്കട്ടയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന സർവീസ് പുനഃസ്ഥാപിച്ചതും ഈ മാസമാണ്. 2020 ഡോക്ല സംഭവത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകർന്നത്. ഇരുകൂട്ടരും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന് നയതന്ത്ര ബന്ധങ്ങൾ സാധാരണഗതിയിലായി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചത്. ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര രംഗത്തുള്ള സഹകരണം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിമാന സർവീസുകളുടെ പുനഃസ്ഥാപനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിനോദസഞ്ചാര മേഖലയെ സഹായിക്കുന്നതാണ് ഈ നടപടി. നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചൈന സൗഹൃദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മണിപ്പൂരിലെ സംഘർഷം തുടരുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഘർഷങ്ങൾ ആരംഭിച്ചത്. താഴ്വാരങ്ങളിൽ താമസിക്കുന്ന മെയ്തി വിഭാഗങ്ങളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ ഒരു ഹൈക്കോടതി ജഡ്ജി നൽകിയ ഉത്തരവിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ കലാപം ആരംഭിച്ചത്. കലാപത്തിന് തുടക്കം കുറിച്ച ഉത്തരവ് സുപ്രീം കോടതി അസാധുവാക്കി. ഇങ്ങനെ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും സുപ്രീം കോടതി കണ്ടെത്തി. എന്നാൽ കലാപം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന കലാപത്തിൽ സർക്കാർ കണക്കുകൾ അനുസരിച്ച് 384 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 500,000 പേരെങ്കിലും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ ഇത് കുക്കികളുടെയും മെയ്തികളുടെയും മാത്രം വിഷയമായിരുന്നു. ഇപ്പോൾ നാഗന്മാരെയും ബാധിക്കുന്ന വിഷയമായി ഇത് വളർന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ സംസ്ഥാനത്ത് ജനജീവിതം നിശ്ചലമായി. മണിപ്പൂർ ഇന്നത്തെ അവസ്ഥയിൽ തുടരുന്നത് നമ്മുടെ പരാജയമാണ്. രണ്ടായിരത്തി 2022 റഷ്യ ആരംഭിച്ച ഉക്രൈനെതിരെയുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയത്. നേരത്തെ നൽകാമെന്നേറ്റിരുന്ന വായ്പ ഉക്രൈന് നൽകാൻ നാറ്റോയ്ക്ക് കഴിഞ്ഞില്ല. റഷ്യൻ പക്ഷപാതിയായ വിക്ടർ ഓർബിൻ്റെ എതിർപ്പായിരുന്നു വായ്പാ വിതരണത്തിനുള്ള പ്രധാന തടസ്സം. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് വായ്പാ വിതരണത്തിനുള്ള നടപടികൾ നാറ്റോ വേഗത്തിലാക്കി. ഏപ്രിൽ 21-ന് $106 മില്യൺ നാറ്റോ ഉക്രൈന് കൈമാറി. യൂറോപ്പിലെ ബാങ്കുകളിൽ റഷ്യ നിക്ഷേപിച്ചിരുന്ന പണത്തിൽ നിന്നാണ് വായ്പ നൽകുന്നത്. ഉക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യയുടെ അക്കൗണ്ടുകൾ മരവിച്ചു.
തന്മൂലം ഈ പണം പിൻവലിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. തിരിച്ചടവിന് പ്രത്യേക കാലാവധിയില്ല. യുദ്ധാനന്തരം റഷ്യ ഉക്രൈന് നൽകുന്ന നഷ്ടപരിഹാരത്തിൽ നിന്നും തിരിച്ചടയ്ക്കണം എന്നാണ് വ്യവസ്ഥ. ഇത് റഷ്യക്കെതിരെയുള്ള ഒരു മിസൈലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധം വാങ്ങുന്നതിന് അനുവാദം നൽകാത്തതായിരുന്നു ജപ്പാനിലെ ഭരണഘടന. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അമേരിക്കയുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ് ജപ്പാൻ ഇങ്ങനെയൊരു ഭരണഘടന സ്വീകരിച്ചത്. ഇതനുസരിച്ച് സൈന്യത്തിൻ്റെ എണ്ണത്തിലും ആയുധങ്ങൾ ശേഖരിക്കുന്നതിലും വലിയ നിയന്ത്രണങ്ങൾ ജപ്പാൻ അംഗീകരിച്ചു. ഈ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റ് തീരുമാനിച്ചു. ലോകത്തെങ്ങുമുള്ള രാജ്യങ്ങൾ സ്വയരക്ഷയ്ക്കായി ആയുധങ്ങൾ സമാഹരിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്പാനും സമാധാനത്തിൻ്റെ പാത ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. സ്വന്തം നിലയിൽ സൈന്യത്തെ സജ്ജമാക്കാനും അവർക്കാവശ്യമുള്ള ആയുധങ്ങൾ ലോക കമ്പോളത്തിൽ നിന്നും വാങ്ങാനും അനുമതി നൽകുന്ന രീതിയിലാണ് ഭരണഘടനാ ഭേദഗതി. ലോക സമാധാനത്തിന് ഭീഷണിയാകും എന്ന് പറഞ്ഞ് യുദ്ധാനന്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയാണ്. ആയുധം വിൽക്കാൻ അവസരം കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ ഭേദഗതിയെ അനുകൂലിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് നേപ്പാളിൽ ഗവൺമെന്റിനെതിരെയുള്ള സമരം ആരംഭിച്ചത്. അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയവയുടെ പേരിലായിരുന്നു സമരം. ഇതേ തുടർന്ന് മന്ത്രിസഭ രാജിവെക്കുകയും തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. നേപ്പാളിലെ ഇടതു വലതു കക്ഷികളെ പരാജയപ്പെടുത്തി പുതുതായി രൂപീകരിച്ച സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചെടുത്തു. ഈ വർഷം മാർച്ചിൽ ബാലൻ ഷാ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തു. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡു മേയർ ആയിരിക്കുമ്പോൾ ഇദ്ദേഹം സ്വീകരിച്ച നടപടികൾ വിവാദമായെങ്കിലും ജനപിന്തുണ കുറഞ്ഞില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അധികാരം ഏറ്റെടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് മന്ത്രിസഭയിൽ നിന്നും 2 അംഗങ്ങൾ രാജിവെച്ചു. മുൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചത്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രധാനമന്ത്രി ബാലൻ ഷായ്ക്ക് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് ഇരു കൂട്ടരും തമ്മിൽ ചർച്ചകൾ നടത്തുകയോ ധാരണയിൽ എത്തുകയോ ചെയ്തിരുന്നില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ തുടരുമ്പോഴും ഇരു കൂട്ടരും ആക്രമണങ്ങൾ തുടരുന്നു. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലേക്ക് വരുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുന്നു. ഇതുതന്നെ ഇറാനും ചെയ്യുന്നു. തന്മൂലം ഈ കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കപ്പലുകൾക്ക് കഴിയുന്നില്ല. യുദ്ധമാണ് ഈ ദുസ്ഥിതിക്ക് ഉത്തരവാദി. വെടിനിർത്തൽ ഉണ്ടായെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ കടലിടുക്ക് തങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇപ്പോഴത്തെ നില തുടർന്നാൽ പടിഞ്ഞാറേ ഏഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കും എന്നാണ് ഇറാന്റെ ഭീഷണി. ഇപ്പോഴത്തെ വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ഒരു തുറന്ന യുദ്ധമായി മാറുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.